ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ഷോപ്പിംഗ് നമ്മുടെ സ്വന്തം ചടയമംഗലത്തൊക്കെ പോയി. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ചടയമംഗലത്തൊക്കെ പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്കൊരു ഫ്രൂട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമൊക്കെ തന്നെയാണ്. ഇതാണ് സംഭവം. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടോ കിടക്കുന്നത്? ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. പണ്ടൊക്കെ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുമ്പോഴേ എല്ലാവരും പറയും, ഇത് ഭയങ്കര പുളിപ്പുള്ള സാധനമാണ്, എല്ലാവരുടെയും വീട്ടിലുള്ളതാ, വലിയ മരമാവുന്ന സാധനം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബഡ് തൈ എല്ലാ നഴ്സറിയിലും കൃഷിഭവൻ വഴി എല്ലാം ഇത് സപ്ലൈ ഉണ്ട്. ഇതൊരിക്കൽ നമ്മൾ കഴിച്ചാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ തൈ നമ്മൾ വാങ്ങിച്ചു വെക്കും. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, 200-250 റേഞ്ചിലൊക്കെ ഇതിൻ്റെ ബഡ് തൈ നമുക്ക് എല്ലാ നഴ്സറിയിലും കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് ഇതിപ്പോൾ 1.5 വർഷമായി. 6 months ആകുമ്പോഴേ ഇത് പൂവിട്ട് തുടങ്ങും. എപ്പോഴും ഓൾ സീസണാണ് സംഭവം. എപ്പോഴും ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട് കാണും. അത് മാത്രമല്ല ഇത് നല്ല ഫ്ലഷിയാണ്. ഇത് മധുരമാണ്, ഇത് പുളിപ്പില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മധുരപ്പുളിച്ചി എന്ന് ഇതിന് വേണേൽ പറയും. അത്രയ്ക്ക് ഫ്ലഷിയാണ്. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഇത് തൈ, ഇതിന് വലിയ ഒത്തിരി കോമ്പൗണ്ടൊന്നും വേണ്ട, മുറ്റത്ത് വെച്ചാൽ മതി സംഭവം. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് നിർത്തിയതിന് ഹൈറ്റിൽ പോത്തൊന്നുമില്ല. ഞാനിതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇതിനെ വിട്ടേക്കുന്നതാണ്. ഇതിനിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇതിന് എപ്പോഴും ഇങ്ങനെ കാ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ തോന്നത്തില്ല. നിങ്ങളെ വീട്ടിലെ മുറ്റത്തൊക്കെ ഒരു തൈ ഉറപ്പായിട്ട് ഇതിൻ്റെ വാങ്ങിച്ചു വെക്കണം. സാധനം നല്ല സൂപ്പറാണ്. ഇതിങ്ങനെ സ്റ്റാർ മാതിരി കട്ട് ചെയ്ത് കഴിക്കണം. ഇതിനകത്ത് പുളിപ്പേ ഇല്ല. ഇത് ജസ്റ്റ് പഴുത്തിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഫുൾ യെല്ലോ കളറാവും സംഭവം. ഇത് ഗ്രീൻ കളറായി ചെന്നിട്ട് വിളഞ്ഞില്ലേ പോലും ഇതിന് പുളിപ്പില്ല ഈ സംഭവത്തിന്. അപ്പോൾ എന്തായാലും ഇത് സ്റ്റാർ ഫ്രൂട്ട് നിങ്ങളെല്ലാവരും ഒരു തൈ വാങ്ങിച്ചു വെക്കണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണിത്. എന്തിനു പറയുന്നു, നമ്മൾ ആപ്പിളൊക്കെ കഴിക്കുന്നതിനേക്കാളും അതിനേക്കാളും നല്ല മധുരവും ഇതിനുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് കുട്ടികൾക്കെല്ലാം സീസണബിൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല എന്താ പറയുക ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ശരിക്കും അതാണ് സംഭവം. നമ്മൾ കറക്റ്റ് സീസൺ വൈസ് എല്ലാ ഫുഡൊക്കെ വാങ്ങിച്ചു നമ്മുടെ സ്വന്തം ഇതുപോലുള്ള ചക്ക, മാങ്ങ, ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിപ്പിക്കുവാണെങ്കിൽ പിള്ളേർക്ക് അസുഖം തന്നെ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് എല്ലാവരും വീട്ടിൽ വെക്കണം. ഗാർഡനിൽ വെച്ചാലും മതി. എന്നിട്ട് ഇത് ട്രൈ ചെയ്യണം. ഇതൊക്കെ വീട്ടിലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ കാണുന്നവർ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ ഗൈസ്, സീ യു സൂൺ.